ഹലോ, ഇപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഷിയ പ്രഭു. ഒരു സ്ത്രീയിലേക്ക് പുരുഷനെ എപ്പോഴും അടുപ്പിക്കുന്നതും ആകർഷിക്കുന്നതും അല്ലെങ്കിൽ ഭ്രമിപ്പിക്കുന്നതും സ്ത്രീയുടെ ശരീരം തന്നെയായിരിക്കും. എന്നാലും ഒരു പുരുഷനിലേക്ക് സ്ത്രീയെ ആകർഷിക്കുന്നതും അതുപോലെ തന്നെ പരിഗണിക്കുന്നതൊന്നും അവൻ്റെ ശരീരമല്ല, മറിച്ച് അവൻ്റെ കരുതൽ ശേഷികളെ ആയിരിക്കും എപ്പോഴും ആകർഷിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു സ്ത്രീ ഒരു പുരുഷനിലേക്ക് പെട്ടെന്ന് ആകർഷിക്കുന്നത് അല്ലെങ്കിൽ അവൾ ആഗ്രഹിക്കുന്നത് പുരുഷനിൽ നിന്ന് എന്തൊക്കെയാണെന്നാണ് ഇന്ന് പറയുന്നത്. അതിൽ ആദ്യത്തേതായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംരക്ഷണമാണ്. എന്നുവെച്ചാൽ ഒരു പുരുഷനിൽ നിന്ന് സ്ത്രീ എപ്പോഴും ദീർഘകാലം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനെയുള്ള ഒരു സംരക്ഷണം, അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും തൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കും അല്ലെങ്കിൽ തനിക്ക് സംരക്ഷണം നൽകും എന്നുള്ളൊരു ഉറപ്പായിരിക്കണം എപ്പോഴും പുരുഷനിൽ നിന്ന് സ്ത്രീ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് സ്ത്രീ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കെയറിങ് ആണ്. നമ്മൾ പറയും കെയറിങ്, ഓവർ കെയറിങ്ങിനെയൊക്കെ നമ്മളെപ്പോഴും പറയുന്നത് കൊണ്ട് തന്നെ എല്ലാവരും അതിനെ പുച്ഛിച്ച് തള്ളും. പക്ഷേ കെയറിങ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഒരു വിഷമമൊക്കെ വന്നു കഴിഞ്ഞാൽ തൻ്റെ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങളൊന്നും തന്നെ എല്ലാ സ്ത്രീകളും ഒന്നും എപ്പോഴും തുറന്നു പറയില്ല. അത് അറിഞ്ഞ് കണ്ടെത്തുക, അല്ല ഒരുപാട് വലിയ ഗിഫ്റ്റുകളോ അങ്ങനെയൊന്നും അല്ല ആഗ്രഹിക്കുന്നത്. ചെറിയ ചെറിയ പരിഗണനകൾ. അപ്പോൾ അവർക്കൊരാഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒരു വിഷമമുണ്ട് എങ്കിൽ അത് മുഖത്ത് നോക്കി മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. അപ്പോൾ അതങ്ങനെ ഉണ്ടാവണമെങ്കിൽ എന്നാണ് അവർ തമ്മിൽ കൂടുതൽ അടുപ്പമുണ്ടായിരിക്കണം. അല്ലാതെ എന്താ പറയുക, ഒരു വീട്ടിൽ രണ്ട് വ്യക്തികളാണ് എന്നാൽ പോലും പരസ്പരം എന്താ പറയുന്നത്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമാണെങ്കിൽ ഒരിക്കലും അത് മനസ്സിലാക്കാനേ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ എപ്പോഴും ആഗ്രഹിക്കുന്നത് അറിഞ്ഞ് മനസ്സിലാക്കുക. ഒരു വിഷമമുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി, സന്തോഷമാണെങ്കിലും വിഷമമാണെങ്കിലും അത് മുഖത്ത് നോക്കി മനസ്സിലാക്കുക. അത്രമാത്രം മതി സ്ത്രീ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതാണ് ഈ കെയറിങ് എന്നുകൊണ്ട് സത്യം പറഞ്ഞിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അല്ലാതെ ഓവർ കെയറിങ് ഒന്നും വേണമെന്ന് ഒരിക്കലും ഒരു സ്ത്രീയും ആഗ്രഹിക്കും എന്ന് എനിക്ക് അങ്ങനെ ആഗ്രഹിക്കുന്നവരും ഉണ്ടാവാം. എന്നാലും ഒട്ടുമിക്ക സ്ത്രീകളും അങ്ങനെ ആഗ്രഹിക്കുകയില്ല. പുരുഷനിൽ സ്ത്രീ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ധൈര്യത്തോടെയുള്ള ഒരു കുടുംബജീവിതം. ധൈര്യം എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏതൊരു മനുഷ്യൻ്റെ ആണെങ്കിലും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും, എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടൊന്നും ആയിരിക്കില്ല ജീവിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടലുകൾ മാത്രമായിരിക്കും എപ്പോഴും നമുക്കൊരു പ്രശ്നമില്ല എന്നുള്ളത്. പക്ഷേ ഏതൊരു മനുഷ്യൻ്റെ ജീവിതം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പോലും അവിടെ ഒരു ചെറിയ പ്രശ്നമെങ്കിലും ഉണ്ടായിരിക്കും. പക്ഷെ അപ്പോൾ അതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ധൈര്യപൂർവ്വം അത് കരുത്തേകി എന്തു വന്നാലും ഞാനില്ലേ കൂടെ എന്നുള്ളൊരു ആശ്വസിപ്പിക്കൽ, ആ ഒരു ധൈര്യം എപ്പോഴും പെണ്ണിൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഉത്തരവാദിത്തം പുരുഷനുണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യമാണ് പുരുഷനിൽ നിന്ന് സ്ത്രീ എപ്പോഴും ആഗ്രഹിക്കുക. എന്ത് പ്രശ്നം വന്നാലും ഞാനുണ്ട് കൂടെ എന്നുള്ള ഒരു ആത്മവിശ്വാസം സ്ത്രീക്ക് കൊടുക്കുക. ആ ഒരു ധൈര്യം സ്ത്രീക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പുരുഷൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് സന്തോഷം എന്ന് പറയുന്നത്. നമുക്ക് സന്തോഷമില്ലാതെ ഒരിക്കലും ഇപ്പോൾ എന്ത് ലവ് ആണെങ്കിലും അതുപോലെ തന്നെ ഫാമിലിയെ ആണെങ്കിൽ പോലും ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും, അതുപോലെ തന്നെ അസുഖങ്ങൾ ഉള്ളവർ, അങ്ങനെ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ എന്നാൽ പോലും അതിൽ സന്തോഷം കണ്ടെത്താനായിട്ട് സമയം കണ്ടെത്തണം. എപ്പോഴും എല്ലാവരും പറയും എനിക്ക് ഒന്നിനും സമയമില്ല എന്ന് പറയുന്നവരാണ് എല്ലാവരും. പക്ഷേ നമ്മളൊന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് സമയം കണ്ടെത്താനായിട്ട് പറ്റും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് നമ്മൾ കുടുംബത്തിന് അല്ലെങ്കിൽ നമ്മുടെ എല്ലാവർക്കും സന്തോഷം നൽകാമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ല. അത് ആ വിചാരം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്കുള്ള സമയം കണ്ടെത്തിക്കൊണ്ട് മാക്സിമം സന്തോഷം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയൊക്കെ മാത്രമായിരിക്കും മിക്കവാറും ഒട്ടുമിക്ക സ്ത്രീകളുടെ ആഗ്രഹം. ഇതിന് വേണ്ടിയിട്ടായിരിക്കും അവർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വഴക്കുണ്ടാക്കുന്നതും പിണങ്ങിയിരിക്കുന്നതും എല്ലാം. കുറച്ചൊക്കെ ബ്യൂട്ടി ആഗ്രഹിക്കുന്നവരും ഉണ്ടാവാം. പുരുഷ സൗന്ദര്യം ആഗ്രഹിക്കുന്നതിൻ്റെ പുരുഷൻ നല്ല സുന്ദരനായിരിക്കണം എന്ന് വെച്ചാൽ അതൊക്കെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്ത്രീകൾ പരിഗണിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പുരുഷൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അതിനധികം മാത്രം ബ്യൂട്ടി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ എന്താ പറയുക, ഫേഷ്യൽ ബ്യൂട്ടി അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, മൊത്തം ഫിസിക്കൽ ഹെൽത്ത്, ബോഡി ഫിറ്റായിരിക്കണമെന്നാണ് അവരെപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലൂടെ തന്നെ ഹെൽത്തി ആയിട്ട് ബോഡി ഫിറ്റായിരിക്കുമ്പോൾ തന്നെ അതിലൂടെ ഹെൽത്തി ആയിരിക്കണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. എല്ലാമുണ്ട്, പക്ഷേ ഒന്നുപോയി സ്വഭാവം കൊള്ളില്ല എങ്കിൽ നമ്മൾ ബാക്കി എന്തുണ്ടായിട്ട് ഒരു കാര്യമില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല സ്വഭാവമായിരിക്കും സ്ത്രീകളെ ഏറ്റവും കൂടുതൽ നല്ലൊരു സ്വഭാവത്തിനുടമയെ, അതായത് മറ്റുള്ളവരോട് ബിഹേവ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും സ്ത്രീകളിൽ പുരുഷന്മാരിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. തങ്ങളെ പരിഗണിക്കുന്നവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യവും സ്വന്തം തീരുമാനങ്ങൾക്കനുസരിച്ച് മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില പുരുഷന്മാരുണ്ട്. പക്ഷെ അത്തരത്തിലാവരുത്. സ്ത്രീകൾക്ക് കൂടി അതിൽ എന്ത് കാര്യത്തിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ പോലും അതിലൊരു പരിഗണന, അല്ലെങ്കിൽ അവരാ വീട്ടിലുണ്ട് എന്നുള്ള പരിഗണന, അല്ലെങ്കിൽ വീട്ടിലെ കുട്ടികളെയും വീട്ടിൽ ജോലിയും ചെയ്ത് പുറത്ത് ഇപ്പോൾ ജോലിക്ക് പോകുന്നത് അതുമാത്രമല്ല സ്ത്രീകൾ എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ കൂടി പരിഗണിക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. മറ്റുള്ള തൻ്റെ ഭർത്താവിൽ നിന്ന് അല്ലെങ്കിൽ താൻ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷനിൽ നിന്ന് തന്നെ പരിഗണിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിനാണെങ്കിൽ പോലും സ്ത്രീ അവരെ പരിഗണിച്ച്, അല്ലെങ്കിൽ അവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളൊരു പരിഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. പുരുഷൻ്റെ ഒരു കരുതൽ ആഗ്രഹിക്കുന്നവരാണ് എല്ലാ സ്ത്രീയും. ഒരു സ്നേഹത്തോടുള്ള വാക്ക്, അല്ലെങ്കിൽ ഏതൊരു അവരുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒപ്പത്തിനെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുരുഷൻ്റെ ഒരു കരുതലിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ എന്തൊരു കാര്യമാണെങ്കിൽ കൂടിയും, ഇപ്പോൾ നിസ്സാരമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഓഫീസിലൊക്കെ പോയിരിക്കുന്ന ടൈമാണ് എങ്കിൽ ഇടയ്ക്കൊന്ന് വിളിച്ചിട്ട് നീ ഫുഡ് കഴിച്ചോ, അല്ലെങ്കിൽ ഇപ്പോൾ വയ്യെങ്കിൽ എങ്ങനെയുണ്ട്, ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു സ്ത്രീയാണെങ്കിൽ പോലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തൻ്റെ പുരുഷനിൽ നിന്ന് കിട്ടുന്ന ഒരു കുഞ്ഞി കരുതൽ എന്ന് പറയുന്നത്. ഇത്രയൊക്കെ മതി ശരിക്കും പറഞ്ഞിട്ടാണ് ആ ഒരു ഫാമിലി എന്ന് പറയുന്നത് വളരെ സന്തോഷം നിറഞ്ഞതാവാനായിട്ട് സാധാരണ ഒരു സ്ത്രീ ഇത്രയൊക്കെ ആഗ്രഹിക്കുകയുള്ളൂ. കുടുംബം സന്തോഷം നിറഞ്ഞതാവാനും ഇത് മാത്രം മതിയാവും. അതുപോലെ തന്നെ അവളെ കേട്ടിരിക്കാനുള്ളൊരു മനസ്സ്. അപ്പോൾ ചിലരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അവരോട് പറയുന്നത് ചിലപ്പോൾ അവർ കേൾക്കുന്നുണ്ടാവും, പക്ഷെ അവരതിൽ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അവളവിടെ കിടന്ന് അങ്ങനെ പറയും, അല്ലെങ്കിൽ അങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞു ഇത് കഴിയുമ്പോൾ അവരെ നിർത്തിക്കോളും എന്ന് വിചാരിക്കുന്നവരാണ് ഒട്ടുമിക്ക പുരുഷന്മാർ. പക്ഷെ അങ്ങനെ ആവരുത്. അവരെ കേട്ടിരിക്കാനായിട്ട് കുറച്ച് സമയം അവർക്ക് വേണ്ടി ചിലവഴിക്കണം. നല്ലൊരു നമ്മൾ പറയുന്നത് മാത്രം അങ്ങോട്ട് അടിച്ചേൽപ്പിക്കാതെ കുറച്ച് അവളെ കേട്ടിരിക്കാനുള്ളൊരു മനസ്സുകൂടി കാണിക്കാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ അതിൽ കൂടിയായിരിക്കും ചിലപ്പോൾ വലിയൊരു ദുരന്തം തന്നെയായിരിക്കും ചിലപ്പോൾ അതിലൂടെ ഒഴിവാക്കാനായിട്ട് പറ്റുന്നത്. ചില സ്ത്രീകളെന്ന് പറയുന്നത് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് കുട്ടികളെ നോക്കി വേറെ ഒന്നും ചെയ്യാനില്ലാതെ ഇരിക്കുന്ന സമയത്ത് അവർ ശരിക്കും ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് പോകുന്നത് കാണാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ആരോട് സംസാരിക്കാനില്ല. വീട്ടിലെ പണികളൊക്കെ കഴിയും, വേറെ ഒന്നും ചെയ്യാനില്ല, വേറെ ആരോടും സംരക്ഷിക്കാനില്ല, സംസാരിക്കാനില്ല. അപ്പോൾ പോകെ എന്താ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് ആവുകയും പിന്നെ അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവളെ കേട്ടിരിക്കാൻ, അല്ലെങ്കിൽ നല്ല കേൾവിക്കാരനാവാനായിട്ട് ശ്രമിക്കുക. ഇത്രയൊക്കെ ആയിരിക്കും ഏതൊരു സ്ത്രീക്കും ഒരു പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നതും. ഇത്തരത്തിലുള്ള നൽകുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ എപ്പോഴും ഭ്രമിക്കപ്പെടുന്നതായിട്ട് തന്നെ കാണാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.